ഉത്തരം കൃത്യമായി. നിങ്ങളോടുള്ള ചോദ്യം, ഈ കളങ്ങൾക്കകത്ത് ഒരു രഹസ്യമുണ്ട്, അതെന്താണ് എന്ന് പറയാൻ കഴിയുമോ? അറിയില്ല. അതിന്റെ കുഴപ്പമുണ്ട്. എന്തെന്നറിയാമോ? എനിക്ക് കെ.വി. സുമേഷിനെ പണ്ടേ അറിയാമെന്നുള്ളതുകൊണ്ട് പറയാം. പുള്ളി ഇത് ഉത്തരം പറയാൻ അറിയില്ല എന്ന് എനിക്കറിയാം. കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ മനസ്സിലാക്കിയ നിങ്ങൾ അറിയുന്ന കെ.വി. സുമേഷിന് ഒരു കുഴപ്പമുണ്ട്. പുള്ളിക്കാരൻ വിഷമം വിചാരിക്കരുത് കേട്ടോ, 24 മണിക്കൂറും ചുംബിച്ചോണ്ടിരിക്കുന്ന ഒരാളാണ്. ആണെന്നേ, 24 മണിക്കൂർ ഉമ്മ വെച്ചോണ്ടിരിക്കുന്ന ഒരാളാ. ഈ ഉമ്മ വയ്ക്കാൻ നമുക്ക് എന്താ വേണ്ട? കൈയാണോ കാലാണോ? എന്താ വേണ്ടേ? ഉമ്മ വയ്ക്കുന്നത് എന്തുകൊണ്ടാ? ചുംബിക്കുന്നത് എന്തുകൊണ്ടാ? ചുണ്ടല്ലടോ, ചുണ്ടുകൾ ഉള്ളത് കൊണ്ട് ചുംബനം നടക്കണമെന്നില്ല. ഞാനിങ്ങനെ രാവിലെ ഇങ്ങനെ ഇരിക്കുന്നതോടെ ചുംബിക്കാൻ പറ്റുമോ? ഇല്ല. ചുണ്ടുകൾ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ഇന്ദ്രജാലമാണല്ലോ ചുംബനം. ഇനി ഞാൻ എന്ന വാക്ക് ഞാനിങ്ങനെ പറയുകയാണ്. ഞാൻ എന്ത് പണത്തിന്റെ, മണത്തിന്റെ, മതത്തിന്റെ ഒക്കെ പേരില് ഞാൻ എന്ന് പറയുന്നതോറും ഈ ചുണ്ടുകൾ 2 ധ്രുവങ്ങളിലേക്ക് അകന്നു പോകും. കൂട്ടിമുട്ടൂല, ചുംബനം നടക്കില്ല. ഇനി ജാതി, മത, കുല, വർഗ, വർണ്ണ, പണ, മണ, നിറ വ്യത്യാസത്തിന്റെ എന്തിന്റെ പേരിൽ മറ്റൊരാളിനെ അപരനായി കണ്ടിട്ട് നീ എന്നിങ്ങനെ ആക്രോശിക്കും. ഈ ചുണ്ടുകൾ അകന്നു പോകും, ചുംബനം നടക്കില്ല. അങ്ങനെയൊക്കെ ഇരുന്നാൽ പുള്ളിക്ക് ചുംബിക്കാതിരിക്കാൻ പറ്റും. പക്ഷേ ഞാൻ എന്ന് 1 കോടി തവണ പറഞ്ഞാൽ കൂട്ടിമുട്ടാത്ത ആ ചുണ്ടുകൾ ഉണ്ടല്ലോ, നീ എന്ന് പല കോടി തവണ കൽപ്പിച്ചാൽ അകന്നു പോകുന്ന ആ ചുണ്ടുകൾ ഉണ്ടല്ലോ, അത് കൂട്ടിമുട്ടി ചുംബനം യാഥാർത്ഥ്യമാകുന്നത് ആത്മാവിന്റെ ആഴത്തിൽ നിന്ന് നമ്മൾ എന്ന വാക്കു പറയുമ്പോൾ മാത്രമാണ്. 24 മണിക്കൂറും ഞാൻ എന്നതില്ലാതെ, നീ എന്നതില്ലാതെ, നമ്മൾ എന്ന് കരുതുന്ന കെ.വി. സുമേഷിന്റെ ചുണ്ടുകൾ 24 മണിക്കൂറും ചുംബനത്താൽ മുദ്രിതമാണ് എന്നുറപ്പുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഈ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്താൻ കഴിയില്ല സഖാവ് കെ.വി. സുമേഷ്. പക്ഷേ ഈ നാട് കൃത്യമായി അവരുടെ ഇടനെഞ്ചിൽ കുറിച്ചിട്ട ഈ ഉത്തരം എനിക്ക് കാണണം വിഷ്ണു. സുഹൃത്തുക്കളെ, സഖാക്കളെ, MLA-യുടെ നമ്മുടെ സഖാവിന്റെ ഈ സമയത്തിൽ 1 മിനിറ്റ് കൂടി അപഹരിച്ചുകൊണ്ട് ഒരൊറ്റ കാര്യം നിങ്ങളോട് അദ്ദേഹത്തിന് വേണ്ടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അത് ഒറ്റ ചെറിയൊരു നിമിഷമാണ്. എന്റെ കുട്ടിക്കാലത്ത് 4 5 പഠിക്കുമ്പോൾ അച്ഛൻ ചേർത്ത് നിർത്തി പറഞ്ഞു തന്നൊരു പഴയ കഥയാണ്. ഒരു തിരഞ്ഞെടുപ്പ് കാലമോ മറ്റുമാണ്. പട്ടാമ്പിയില് EMS-ഉം സഖാക്കളെ കൂടി സംഭാവന വിരിക്കാൻ പോവുകയാണ്. വലതുവശത്ത്, റോഡിന്റെ വലതുവശത്ത് ഒരു വലിയ മരയുണ്ട്. ഒരു ജന്മിയാണ്, മനുഷ്യരെ കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത മനുഷ്യ വിരുദ്ധനാണ്. പക്ഷെ സംഭാവന വിരിക്കണമല്ലോ. അവിടേക്ക് കയറി ചെന്നപ്പോ കാലിന് മുകളിൽ കാലും കയറ്റി ചാരികസാരയിൽ ഇരുന്ന ജന്മി പറഞ്ഞു, കുഞ്ചു അകത്തിരുന്നോളൂ, ബാക്കിയുള്ളവർ പണിക്ക് പുറത്ത് എന്താ വേണ്ടത് പെട്ടെന്ന് പറഞ്ഞു. എനിക്ക് നിങ്ങളാരും ഇഷ്ടമല്ല. അപ്പോ EMS പറഞ്ഞു, സംഭാവനയ്ക്കാവും. നാട്ടെ എന്താ വേണ്ടത്? പണമോ അരിയോ എന്താ വെച്ചാൽ പറയുമെന്ന് പറഞ്ഞു. EMS പറഞ്ഞു, പണവും അരിയൊന്നും വേണ്ട, നിങ്ങളുടെ ഈ മനയുടെ മുൻവശത്ത് നിൽക്കുന്ന ഈ ഉയരം കൂടിയ കമ്പുക കിട്ടിയാൽ കൊള്ളാം. അങ്ങനെ പറഞ്ഞു. ഒരു കമ്പുകല്ലേ എപ്പോ വെച്ചാൽ നിങ്ങളുടെ പാർട്ടിക്കാർക്ക് വന്ന് വെട്ടിയെടുക്കാം, നിങ്ങൾക്കുള്ളതാന്ന് പറഞ്ഞു. കേട്ടപ്പോ നമ്മുടെ സഖാക്കളെ നോക്കിയപ്പോ വലിയ കമ്പ്, 2 കൊടിമരത്തിന് കൊള്ളാം. കൂട്ടത്തിൽ മാവിലായിരം പൊക്കനും മറ്റോ ആണെന്നാണ് അച്ഛൻ പറഞ്ഞ ഓർമ്മ. ഒരു സഖാവ് കമ്പുക വെട്ടാൻ വേണ്ടി, അടയ്ക്കാൻ വരും, കമ്പുക എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, വെട്ടാൻ വേണ്ടി ഓടിച്ചെന്നു. അപ്പൊ EMS തടഞ്ഞു. എന്നിട്ട് പറഞ്ഞു, വെട്ടണ്ട, പകരം സഖാക്കളാണെങ്കിലും ഈ കൊടിമരത്തിന്റെ മുകളിലേക്ക് കയറി, ഇതിന്റെ ഈ കമുകിന്റെ മുകളിലേക്ക് കയറി ഇതിന്റെ കടയൊക്കെ വെട്ട്, അതിന് മുകളിൽ മറ്റൊരു കമ്പ് കൂടി വെച്ച് കെട്ട്, അതിന്റെയും മുകളിൽ അരിവാളം ചുറ്റുകയും പതിപ്പിച്ച ഒരു ചെങ്കൊടി കെട്ട്, ദുരിതകാലത്തിന്റെ ഈ മനയുടെ മുറ്റത്ത് ഈ നാട്ടിൽ ഏറ്റവും ഉയരത്തിൽ ഒരു കൊടിക്കമ്പിൽ ഒരു ചെങ്കൊടി പിടിക്കാൻ ഞങ്ങളുണ്ടെന്ന് പ്രഖ്യാപിക്ക് എന്ന് അഴീക്കോട് മണ്ഡലം സഖാവ് കെ.വി. സുമേഷിനെ നെഞ്ചോട് ചേർത്തുകൊണ്ട് ഉയരത്തിൽ അത് പ്രഖ്യാപിക്കുന്ന നിമിഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഈ നിമിഷം മുതൽ ഈ നാട്ടിലെ യുവത സർവസജ്ജമാക്കി മുന്നോട്ട് പോകണം. എതിർക്കുവാനും തോൽപ്പിക്കുവാനും ഉള്ളത് നാളെ വളരുന്ന നമ്മുടെ മക്കളുടെ ഭാവി ഇരുട്ടിലാകരുത് എന്ന ആഗ്രഹം കൊണ്ടാണ്. വിജയിച്ച കേരളത്തിൽ, വികസിക്കുന്ന കേരളത്തിൽ വളരണം നമ്മുടെ മക്കൾ. അതിനുവേണ്ടി ഈ നാടിനെ നയിക്കുവാൻ നമുക്ക് ഇച്ഛാശക്തിയോടെ മുന്നിൽ നിന്ന് നയിക്കുന്ന കേരളത്തിന്റെ ജനനായകൻ ഇതാ നിർത്താല്ലേ, സഖാവ് കെ.വി. സുമേഷ്. ഉറക്കെ ആവട്ടെ, സഖാവ് കെ.വി. സുമേഷ്.
പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ അഭിമാനമായിട്ടുള്ള GS പ്രതിഭകൾ നേരത്തെ മുതൽ വിദ്യാർത്ഥി സ്ഥാനമുള്ള കാലം മുതൽ എനിക്കറിയാവുന്നതാണ്. അറിവിൻ്റെ മേഖലയിൽ ഒരു കുലപതിയായി എല്ലാ അർത്ഥത്തിലും ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ പ്രസ്ഥാനത്തെ ചേർത്തുപിടിക്കുന്ന പ്രതിഭകൾ അഴീക്കോട് മണ്ഡലത്തിലെ ഇലക്ഷൻ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇവിടെ വരികയും ഇങ്ങനൊരു ശ്രദ്ധേയമായ പരിപാടി അവതരിപ്പിക്കുകയും ചെയ്യും. അദ്ദേഹത്തോടുള്ള അങ്ങേയറ്റ ആദരവ് നിറഞ്ഞ സ്നേഹവും സന്തോഷവും പ്രകടിപ്പിക്കുന്നു. പറഞ്ഞതിനാണ് സമ്മാനം. ഇത്തരം അറിയാതെ പോകുന്ന, അവനവനെ അറിയാതെ നാടിനെ അറിയുന്നതിനാണ്